നിന്ന് ചോറുമ്മ തുടങ്ങി കേട്ടോ. അടുപ്പത്തിൽ ചോറ് വെച്ച് അത് വേവാനായതിന് ശേഷം നമുക്ക് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടൊന്ന് പെട്ടെന്നുള്ള തള്ളാണ്, പുട്ടാണ്. പിന്നിന്ന് കുത്തി മുന്നിക്ക് തള്ളിയിടും. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ്. തേങ്ങ വറുത്തരച്ചിട്ടാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. വേറെ ഒന്നുമില്ല, ഇതന്നെ കേട്ടോ. ഇന്നിപ്പോൾ മോൾക്ക് സ്കൂളില്ല, പനിയാണ്. അപ്പോൾ പിന്നെ ഇതൊക്കെ മതി വിചാരിച്ചാൽ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഇന്നിങ്ങനെയൊക്കെ കേട്ടോ. ഇന്ന് നല്ല മഴ ആയിട്ട് നല്ല തണുപ്പുണ്ടായിരുന്നു രാവിലെ എണീറ്റപ്പോൾ. പിന്നെ എണീറ്റിട്ട് പിന്നെയും പോയി കിടന്നിറങ്ങി. ചോറിന് വെള്ളം വെച്ചിട്ട് പിന്നെയും കിടന്നിറങ്ങി. പിന്നെ ചോറ് അരിട്ടിട്ട് പിന്നെയും പോയി കിടന്നിറങ്ങി. പിന്നെ എഴുന്നേറ്റ് വന്നിട്ട് ആട്ടോ ഇതൊക്കെ എടുക്കുന്നത്. അങ്ങനെ നമ്മൾ തേങ്ങയും മല്ലിയും മുളകും ഒക്കെ വറുത്തിട്ട് നല്ലൊന്ന് വറുത്തില്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിരിക്കണമല്ലോ. അങ്ങനെ നമ്മൾ തേങ്ങയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പൂളക്കിഴങ്ങ്, ഉള്ളിക്കിഴങ്ങ്, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ചിക്കന് നല്ലോണം തുരണ്ടി തെരുമ്പി വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വയ്ക്കുക കേട്ടോ. ഒരു തട്ടിക്കൂട്ട് കറിയാട്ടോ. ഒന്ന് പുട്ടല്ലേ, അപ്പം ഒന്ന് തട്ടിക്കൂട്ട് കൂട്ടാനും ഇങ്ങനെ വെച്ചാൽ എല്ലാവർക്കും നല്ല ഇഷ്ടമാട്ടോ. പക്ഷെ ആരും കഴിക്കില്ല. അതിൻ്റെ രുചി കൊണ്ടാണ് തോന്നുന്നത്. ഞാൻ തന്നെ കഷ്ടപ്പെട്ട് ഞാൻ തന്നെ കഴിക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ അരപ്പൊക്കെ റെഡിയാക്കി വെച്ചു. അത് അടുപ്പത്ത് വെച്ചു കേട്ടോ. പിന്നെ നമ്മൾ ഈ ഗ്യാസുമ്മ പുട്ടും ഉണ്ടാക്കുക, പെട്ടെന്ന് ഉണ്ടല്ലോ. നമ്മൾ കറിയൊക്കെ അവിടെ വെന്തു കേട്ടോ. നല്ല അടിപൊളിയായി വെന്തിട്ടുണ്ട്. അരപ്പ് വെച്ചു. ഇനി കറി വറവിടണം. അങ്ങനെ നമ്മൾ ചോറും തന്നെ വെന്ത് വേവാനായിരുന്നു കേട്ടോ. കറി തിളച്ചു. ചിക്കൻ മസാലപ്പൊടി ഇട്ടു, കുറച്ച് കരിവേപ്പിലയും രണ്ട് ചുരണ്ടിട്ടു. അതിനെ കൂടി ചോറ് വെന്തു, അതും ഊറ്റി ഒഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി വറവ് കൂടി ഇട്ട് നമ്മളെ കറി അങ്ങോട്ട് റെഡിയായി. നല്ല ചൂട് ചായയും പുട്ടും ചിക്കൻ കറിയും അടിപൊളി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ. കുറേ കഴിച്ചും ചെയ്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ.
വോയിസ് ഓവർ കൊടുക്കാൻ അറിയില്ല. അതുകൊണ്ടാണ് കൊടുക്കാണ്ടിരുന്ന് നമുക്ക് തീരെ അറിയില്ല. അതുകൊണ്ട് ഇങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പം ഇത് കഴിക്കട്ടെ കേട്ടോ. ഓക്കെ ബായ്. അപ്പം എന്തെങ്കിലും പറയുന്നത്